ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ ഈ പോക്ക്. വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവ് 5 കൊല്ലം നിർത്തി അദ്ദേഹം ഈ ഇലക്ഷന് രാവും പോവലും കഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇദ്ദേഹം തന്നെ ആകും എന്നുള്ള പാട്ട് വരെ ഉണ്ടാക്കിയിരുന്നു. നമ്മളല്ലോ നേതാവേ, ഞാൻ ധാരാളം പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ജയിച്ച് ഇത്രയും നല്ലൊരു ഭൂരിപക്ഷം വാങ്ങിയതിന് ശേഷം ഈ ഇരട്ടത്താപ്പ് നയം, ഇതാണ് കോൺഗ്രസിൻ്റെ അധപതനം. പ്രത്യേകിച്ച് ലീഗിനോട് ചോദിക്കാതെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ലീഗിനോട് അഭിപ്രായം വരെ ഹൈക്കമാൻഡ് ചോദിച്ചില്ല എന്ന് അറിഞ്ഞു. ഇപ്പോൾ നാളെ ലീഗ് പാണക്കാട് യോഗം ചേരുകയാണ്. അപ്പം തുടക്കം തന്നെ കല്ലുകടിയാണ്. എന്തായാലും വി.ഡി. സതീശൻ വരണമെന്നാണ് നമ്മുടെ മലബാർ ഏരിയയിലെ എല്ലാവരുടെ അഭിപ്രായം. നമുക്ക് കോഴിക്കോട്ടുകാരോട് തന്നെ ചോദിച്ചു നോക്കാം. നിങ്ങളെ പേരെന്താ? ജോസ്. എവിടെ സ്ഥലം? നടവട്ടം. കോഴിക്കോട് നടവട്ടം, ബേപ്പൂർ റൂട്ടിൽ. നമ്മുടെ മുഖ്യമന്ത്രി ആരാകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? വി.ഡി. സതീശനോ ഒരു കെ സി വേണുഗോപാലോ? തീർച്ചയായും അതിൽ ക്രെഡിറ്റ് മൂപ്പർക്ക് തന്നെയല്ലേ ഉള്ളത്? ഓക്കെ, അയാളാണല്ലോ ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നത്. വെള്ളം കോരാനും വെറുതെ കിട്ടാനൊക്കെ അവർ ഉപയോഗിക്കുക. സദ്യ കിട്ടാൻ വേണ്ടി മാത്രം കെ സി വരുന്നത് തെറ്റല്ലേ? തീർച്ചയായും. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലാണ്. ഇവിടെ 2 സഹോദരിമാരുണ്ട്, അവരോട് ചോദിക്കാം. നിങ്ങളെ പേരെന്താണ്? റഷീദ. ഒന്ന് സൗണ്ട് പറഞ്ഞേ. റഷീദ. എവിടെ സ്ഥലം? കാരന്തൂർ, കോഴിക്കോടല്ലേ? ആരാവണം നമ്മുടെ മുഖ്യമന്ത്രി? സതീശനോ കെ സി വേണുഗോപാലോ? ആവണം ആഗ്രഹം. പേരെന്താണ്? എൻ്റെ പേര് ജസീല. എവിടെ സ്ഥലം? വെള്ളിപറമ്പ്. കോഴിക്കോട് വെള്ളിപറമ്പല്ലേ? മുഖ്യമന്ത്രി ആരാവണമെന്ന് താങ്കളുടെ അഭിപ്രായം? സതീശനാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നിങ്ങളെ പേരെന്താ? രവീന്ദ്രൻ. എവിടെ സ്ഥലം? അത്തോളി. കോഴിക്കോട് അത്തോളി. കൊടശ്ശേരി അത്തോളി. ഓക്കെ, നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ വരണോ കെ സി വേണുഗോപാൽ വരണോ? എൻ്റെ അഭിപ്രായത്തിൽ കെ സി വേണുഗോപാൽ വരണോ? എന്തുകൊണ്ട്? കുറേ കാലം പാർട്ടി നിന്നതാണ്. അതെ, കുറേ പാർട്ടിക്ക് വേണ്ടി മുമ്പേ വർക്ക് ചെയ്ത ഒരാളല്ലേ. ഓക്കെ, സോണിയാഗാന്ധിയുടെ നല്ല ബന്ധങ്ങളിലാണ്. അപ്പോൾ എന്തായാലും കെ സിൻ്റെ വരിക. അപ്പോൾ ഇത് മുൻകൂട്ടി കാണുകയാണെങ്കിൽ ആദ്യം തന്നെ കെ സി MP സ്ഥാനം രാജിവെച്ചിട്ട് MLA സ്ഥാനത്ത് മത്സരിച്ചു തുടങ്ങി വീണ്ടും 2 ചെലവല്ലേ വരുന്നത്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതിനെപ്പറ്റി നല്ല ചിലവ് വരും. അതിനെപ്പറ്റി പക്ഷേ MP സ്ഥാനം രാജിവെക്കണം, MLA സ്ഥാനത്ത് മത്സരിക്കണം. പാടാണ് സാർ. പക്ഷെ പാടല്ലേ? അപ്പോൾ അത് പാർട്ടി മുൻകൂർ അത് ചിന്തിക്കേണ്ടിയിരുന്നു. ഇത്രയും ചെലവാക്കി പിന്നെ നമ്മൾ സതീശനെ മുൻനിർത്തി ചെയ്തതിന് ശേഷം അതൊരു തെറ്റല്ലേ? അത് തെറ്റാ. ഓക്കെ, എന്താ നിങ്ങളുടെ പേര്? എവിടെ സ്ഥലം? എൻ്റെ പേര് സിറാജാണ്. ഞാൻ കർണാടകയിലാണ്, കൊടകിനാണ്. നമ്മുടെ കേരള മുഖ്യമന്ത്രി ആരാവണം എന്നാണ് താങ്കളുടെ അഭിപ്രായം? ആരാണെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഓപ്പണായിട്ടുള്ളൊരു അഭിപ്രായം ഇല്ല. പിന്നെ കാരണം 3 ആളും ഒരേ ലെവലാണ് നിൽക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ നമുക്കെന്താ ഒരു ഷെയർ ഇടാം. അതായത് ഇപ്പോൾ മുമ്പ് കർണാടകയിൽ എടുത്തതുപോലെ തന്നെ DK ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യയും 2.5 വർഷം എന്നുള്ള രീതിയിൽ ഷെയർ ഇട്ടതുപോലെ തന്നെ ഇവർക്കും അങ്ങനെ ആക്കിയാൽ കുഴപ്പമില്ല, മച്ച് ബെറ്റർ ആയിരിക്കും. അത് ആരാവണം? കെ സി വേണുഗോപാലും അതേപോലെ വി.ഡി. സതീശൻ്റെ അല്ല ആവേണ്ടത്? അതെ, അവർക്ക് ഉണ്ടാക്കാണ് കൂടുതൽ മുൻതൂക്കം ഉള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായമാണ്. അപ്പോൾ കർണാടക മോഡൽ ആയിക്കൂടെ കേരളത്തിലും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഓക്കെ.